13 മാസം വിദ്യാർത്ഥിയാണ് ആമിർ സമാൻ. ഉളിയന്നൂർ സ്വദേശിയാണ്. മുന്നിലേക്ക് ഏറ്റത്. ഇതോടുകൂടി നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ ജുസ് എങ്ങനെയാണ് അത് തുടങ്ങുന്നത്? ടെസ്റ്റ് ചെയ്യണമെന്ന് നോക്കി ഖുർആൻ എത്രമാത്രം ആയത്തിലാ കുട്ടിന്റെ മൈൻഡിൽ ഉണ്ട് എന്നുള്ളതൊന്ന് കണ്ടു. ആ പേജിലെ അവസാനത്തെ അത്ഭുതപ്പെട്ടു. 5-ാമത്തെ ജുസ് വൽ മുഹ്സനാത്ത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇനി ഞാൻ പേജ് മറിക്കാണ്. ആമിർ ഖുർആനിലേക്ക് നോക്കണ്ട, ഓഡിയൻസിനെ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ വൽ മുഹ്സനാത്ത് ഞാൻ സ്റ്റാർട്ടിംഗ് ഒന്ന് നോക്കിക്കോ. കഴിഞ്ഞിട്ടില്ല, കാണി ഫുള്ളായിട്ട് കാണി. മറിക്കാണ്. പേജ് മറിക്കുമ്പോൾ ആമിന്റെ മനസ്സിലാക്കണം. ഒരു പേജ് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിന് 2 പേജ് ഞാൻ മറിച്ചു. ഇത് ശരിക്കും നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുമാണ്. ഇതിനൊക്കെ ഒരു ഭാഗ്യം ചെയ്യുന്നതാണ് വല്ലാത്തൊരു അനുഭവം, വല്ലാത്തൊരു ഫീല്. എത്രമാത്രം കുട്ടി ഖുർആൻ പഠിച്ച് മനപ്പാടാക്കിയിട്ടുണ്ടെന്ന് തെളിവാണ്. കേൾക്കൂല. 2, 3 പേജ് മറിച്ചു. ഇപ്പുറത്തെ ആ പേജിന്റെ ഇപ്പുറത്തെ പേജ് ഇപ്പുറത്തെ ഏതാണ്? അലം തറയിലല്ലദീന യസൂമൂന അന്നഹും. ഞാൻ വീണ്ടും മറിക്കാണ്. സ്പീഡിൽ മറിക്കും. സ്പീഡിൽ 1 മറിച്ചു, 2 മറിച്ചു, 3 മറിച്ചു, മറിയുന്നുണ്ടാ? 4 മറിച്ചു. ഇനി മറിച്ചോട്ടെ, 5 മറിച്ചു, 6 മറിച്ച്. ഇനി ഈ സൈഡിലെ ഈ പേജ്, ഇപ്പുറത്തെ പേജിന്റെ ലാസ്റ്റത്തെ ആഴ്ച കറക്റ്റാണ്. ഇനി ആ ജുസിയിലെ ലാസ്റ്റത്തെ ആയത്ത് അതിന്റെ മുമ്പത്തെ 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 ആയത്ത്. ഇവിടെ നമ്മൾ താഴോട്ടല്ല മേപ്പോട്ട് ബാക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. ഒരായത്തിന് ശേഷമല്ല, ഒരായത്തിന്റെ മേളിലുള്ള ബാക്കോട്ടല്ല. ബഷീറുൽ മുനാഫിഖീൻ അതിന്റെ മുമ്പത്തെ ആയത്ത് 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 അതിന്റെ മുമ്പ് അതിന്റെ മുമ്പ് അതിന്റെ മുമ്പ് അതിന്റെ മുമ്പ് അതിന്റെ മുമ്പ് അതിന്റെ മുമ്പ് അതിന്റെ മുമ്പത്തെ ആയത്ത് 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 അതിന്റെ മുമ്പത്തത് അതിന്റെ മുമ്പ് അതിന്റെ മുമ്പത്തെ ആയത്ത് അതിന്റെ മുമ്പത്തെ ആയത്ത് അതിന്റെ മുമ്പത്തെ ആയത്ത് അതിന്റെ മുമ്പ് അതിന്റെ മുമ്പ്. മാഷാ അല്ലാഹ്, മതി മതി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇങ്ങനെ എത്ര ചോദിച്ചാലും മാഷാ അല്ലാഹ് നമ്മുടെ ആമിർ സമാന് പറയാൻ കഴിയും. അത് ആമിർ സമാന്റെ ഒരു കഴിവാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന 10-40 മക്കളുണ്ട്. അവർക്കും ഇതുപോലെ നല്ല രൂപത്തിൽ ഖുർആൻ പഠിച്ച് പെർഫോം ചെയ്യാൻ, ജീവിതത്തിൽ മരണം വരെ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ കുടുംബക്കാർ, അതിനേക്കാൾ ഉപരി ഇതിന്റെ പിന്നിൽ രാവും പകലും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മാനേജ്മെന്റ്, ഇതിനോട് സാമ്പത്തികമായി സഹകരിക്കുന്ന അനവധി ആളുകൾ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അവർക്കൊക്കെയും നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ഇന്ന് നിന്റെ ഖുർആനിന്റെ പേരിൽ ഈ ഹോളിൽ ഒത്തുചേർന്നതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഇനിയും ഖുർആൻ പഠിക്കാൻ, അത് ജീവിതത്തിൽ നിലനിർത്താൻ, മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം റഹ്മാനെ.